സർക്കാരിന്റെ ഓണസമ്മാനം എത്തുകയാണ്. ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. 1679 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷം പേർക്ക് 3200 രൂപ വീതം ലഭിക്കും. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, സർക്കാരിന്റെ ഓണസമ്മാനം എത്തുകയാണ്. 62 ലക്ഷം സാധാരണക്കാരായ മനുഷ്യർക്ക് 3200 രൂപ വീതം ഓണം ആഘോഷിക്കാൻ ക്ഷേമ പെൻഷൻ ലഭിക്കാൻ പോകുന്നു. നാളെ തുടങ്ങുമല്ലേ വിതരണം? തീർച്ചയായും സർക്കാരിന്റെ ഓണസമ്മാനം തന്നെയാണ് ഈ 62 ലക്ഷത്തോളം പേർക്കും ഈ 3200 രൂപ വീതം എന്ന് പറയുന്നത്. അതായത് സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ 2 ഗഡു പെൻഷൻ ഒരുമിച്ച് നൽകുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി 1679 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയും, അതായത് 2 ഗഡു കുടിശ്ശികയാണ് ഇനി ഉണ്ടായിരുന്നത്. അതിൽ 1 ഗഡു കുടിശ്ശിക കൂടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് 1 ഗഡു മാത്രമാണല്ലേ കുടിശ്ശികയിൽ ബാക്കിയുള്ളത്? തീർച്ചയായും ഇനി ശേഷിക്കുന്നത് 1 ഗഡു മാത്രമാണ് പെൻഷൻ ശേഷിക്കുന്നത്. ഇപ്പോൾ 1 ഗഡു കൂടി നൽകുമ്പോൾ അതായത് നാളെ മുതൽ തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുക എന്നുള്ളതാണ് മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഓണത്തിന് മുൻപ് തന്നെ ഈ വിതരണം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരാഴ്ച സമയം കൊണ്ട് ഈ മാസം 31-നകം തന്നെ ഈ പെൻഷൻ വിതരണം പൂർത്തിയാക്കുക എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്. ഇതിൽ 2 തരത്തിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഒന്ന്, നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുകയെത്തും. അത് 26.62 ലക്ഷം പേർക്കാണ് ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തുന്നത്. മറ്റുള്ളവർക്കാകുമ്പോൾ സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയായിരിക്കും പെൻഷൻ കൈമാറുന്നത്. കേന്ദ്രത്തിന്റെ വിഹിതം ലഭിക്കാനുള്ളത് കുറെ കാലമായി തന്നെ കുടിശ്ശികയാണ്. ആ കുടിശ്ശിക അടക്കം സംസ്ഥാന സർക്കാർ ആണ് നിലവിൽ ഇപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകി വരുന്നത്. അതിലും ഒരു തരത്തിലുള്ള വീഴ്ചയും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെ പെൻഷൻ വിതരണവും സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത്. മനു, ശരി ഷീജ, താങ്ക് യു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്, ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ്. 3200 രൂപ വീതം പെൻഷൻ ലഭിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓഗസ്റ്റ് മാസത്തെ പെൻഷനും കുടിശ്ശികയിൽ ബാക്കിയുണ്ടായിരുന്ന 1 ഗഡു കൂടി ചേർത്തുകൊണ്ടാണ് 2 മാസത്തെ പെൻഷൻ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ കുടിശ്ശികയിൽ ഇനി ആകെ ബാക്കിയുള്ളത് 1 ഗഡു മാത്രം. ബാക്കിയെല്ലാം സർക്കാർ കൊടുത്തു തീർത്തിരിക്കുന്നു.